ടുഡേസ് ചാണക്യയുടെ പ്രവചനം 100% തെറ്റാനാണ് സാധ്യത എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, മറ്റെല്ലാ എക്സിറ്റ് പോളുകളും 0 മുതൽ 3 വരെ സീറ്റ്, 1 മുതൽ 3 വരെ സീറ്റ് എന്നൊക്കെയാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ BJPക്ക് സംപൂജ്യരാവാനുള്ള സാധ്യതയുമുണ്ട് 2021 പോലെ എന്ന് നമുക്കിപ്പോൾ കാണേണ്ടി വരും. അങ്ങനെ ഒരു സാധ്യതയുണ്ട്. നിൽക്കട്ടെ. ഇനി നമ്മൾ റിയാലിറ്റിയിലേക്ക് വന്നാൽ 20% വോട്ട് BJPക്ക് കിട്ടണമെങ്കിൽ എത്ര വലിയ മാറ്റം ഇവിടെ ഉണ്ടാവണം? എവിടെ നിന്നായിരിക്കും ആ വോട്ട് വരിക? സ്വാഭാവികമായും അങ്ങനെ വരണമെങ്കിൽ വലിയ തോതിൽ LDFിൽ നിന്ന് വോട്ട് പോകണം. എങ്കിൽ മാത്രമേ ഇനി 5% വോട്ട് കൂടുള്ളൂ. UDFിൽ നിന്ന് അങ്ങനെ പോകാനില്ല, അറിയാനില്ല. കാരണം സവർണ ഹിന്ദുക്കളും അവർണ ഹിന്ദു അല്ലെങ്കിൽ ആ ബാക്ക്വേർഡ് ഹിന്ദുസും SC ഒക്കെ ഏതാണ്ട് വലിയ തോതിൽ BJPയിലേക്ക് പോകാവുന്നവരൊക്കെ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ BJPക്ക് എങ്ങനെയാണ് അവിടുന്ന് അത്രയും വോട്ട് കിട്ടുക? അങ്ങനെ വന്നാൽ LDFിന് വലിയ തകർച്ചയുണ്ടാകും. കാരണം LDFിൽ നിന്നാണ് ആ വോട്ട് പോകേണ്ടതെങ്കിൽ, ഇഴവ ദളിത് വോട്ടുകളാണ് അങ്ങനെ പോകുന്നതെങ്കിൽ വലിയ തകർച്ചയുണ്ടാവും. മാത്രമല്ല, ക്രിസ്ത്യൻ മുസ്ലിം ന്യൂനപക്ഷങ്ങളിൽ നിന്ന് BJPക്ക് കാര്യമായൊരു വോട്ട് വരില്ല എന്നും നമ്മുടെ എല്ലാ സർവേകളും കാണിച്ചിട്ടുണ്ട്, എല്ലാ തരത്തിലും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി 20%-ൻ്റെ ഒന്ന്. ഇനി അവർ കുറേ സഖ്യകക്ഷികളെ കൂട്ടിയിട്ടുണ്ട്. 2020 പോലെയുള്ള BDJS മുമ്പുള്ളതാണ്. അവരുടെ വോട്ട് ഇങ്ങനെ വല്ലാതെ കൂടി വന്നിട്ട് വരുന്നതാണോ 20%? അത് വരില്ല. നമ്മളെ അറിയാവുന്ന 2020 കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം. എറണാകുളം ജില്ലയിലാണ് 2020ക്ക് ഏറ്റവും കൂടുതൽ വേരുകളുള്ളത്. 2020ക്ക് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിൻ്റെ പകുതി പോലും 2020ക്ക് ഇപ്പോൾ തവണ കിട്ടില്ല, നമുക്കറിയാം. അവർ NDAയിലേക്ക് പോയോടുകൂടി അവരൊരു സ്വതന്ത്ര പാർട്ടിയാണ്, എല്ലാ പാർട്ടികളും മോശമാണ് എന്ന് പറയുന്ന ആംഗിളിൽ നിന്ന് അവരൊരു മുന്നണിയുടെ ഭാഗമായി. അതോടുകൂടി വലിയ തോതിലുള്ള വോട്ട് ചോർച്ച അവർക്കുണ്ടാവും. രണ്ടാമത്തെ ഒരു പ്രശ്നം അവർക്കുള്ളത്, അവരിലുള്ള ന്യൂനപക്ഷ മതേതര വോട്ടുകൾ അവരിൽ നിന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കും? ഇപ്പോൾ തൃപ്പൂണിത്തുറ പോലൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ BJP പിടിച്ച വോട്ട് പോലും ഇത്തവണ നിൽക്കുന്ന NDA സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥിക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ BJPയുടെ വോട്ട് മൊത്തത്തിൽ, NDAയുടെ വോട്ട് മൊത്തത്തിൽ കുറയാനാണ് സാധ്യത. അപ്പോൾ എങ്ങനെയാണ് 20% എത്തുക എന്ന് ചാണക്യ പറയേണ്ടത്. ഇനി 11 സീറ്റിലേക്ക് വന്നാൽ അത് വളരെ വിചിത്രമായ കാര്യമാണ്. ഞാൻ വിചാരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനും K സുരേന്ദ്രനും പോലെ ഇത് കേട്ട് ഞെട്ടിയിട്ടുണ്ടാവും. കാരണം സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ നമുക്ക് മനസ്സിലാക്കാൻ. ഉദാഹരണത്തിന് കേരളത്തിലെ BJP A ക്ലാസ് എന്ന് പറയുന്ന മണ്ഡലങ്ങളുടെ പട്ടിക നമ്മൾ എടുക്കുക. ഏറ്റവും കൂടുതൽ അവർ ആദ്യ ഒരു കാലത്ത് പ്രതീക്ഷ വെച്ചിരുന്ന മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ, ഉത്തര മധ്യ കേരളത്തിന് വടക്കുള്ള സ്ഥലങ്ങൾ നമ്മൾ എടുത്താൽ ഈ ഒരു സീറ്റ് അവർ ജയിക്കാൻ പോകില്ല. വടക്കോട്ട് ഒരു സീറ്റിനും അവർക്ക് സാധ്യതയില്ല എന്ന് അവർക്ക് തന്നെ നന്നായിട്ട് അറിയാം. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ് ഈ പറഞ്ഞ മഞ്ചേശ്വരം, പാലക്കാട്, തൃശ്ശൂർ. ഇത് 3 തോൽക്കും. പിന്നെയുള്ളത് തെക്കൻ കേരളത്തിലുള്ള സീറ്റുകളാണ്. തെക്കൻ കേരളത്തിൽ ഇപ്പോൾ ചാത്തന്നൂർ, കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, അല്ലെങ്കിൽ പത്തനംതിട്ടയിലെ തിരുവല്ല തുടങ്ങിയ ചില സീറ്റുകളെക്കുറിച്ചൊക്കെ അവർ അവകാശവാദമുണ്ട്. അതൊന്നും ഫലത്തിൽ ജയിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് അവരുടെ തന്നെ ആന്തരികമായ വിലയിരുത്തൽ. ഇനിയുള്ളത് തിരുവനന്തപുരത്തെ ചില സീറ്റുകളാണ്. തിരുവനന്തപുരത്തെ സീറ്റ് പ്രധാനമായും 3-4 സീറ്റുകളാണ് അവരുടെ A ക്ലാസ് എന്ന് പറയുന്ന സീറ്റുകളുള്ളത്. രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന നേമം, ശ്രീലേഖ മത്സരിക്കുന്ന IPS മത്സരിക്കുന്ന വട്ടിയൂർക്കാവ്, അതുപോലെ V മുരളീധരൻ മത്സരിക്കുന്ന കഴക്കൂട്ടം. മറ്റു ചില മണ്ഡലങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതിലെപ്പറ്റി കാട്ടാക്കടയൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. കാരണം അതൊന്നും BJPക്ക് ഒരു സാധ്യതയില്ല സ്ഥലം. അല്ലെങ്കിൽ അത്ര വലിയ തോൽവി LDFിനുണ്ടാവണം. LDF തോറ്റമ്പടം. അങ്ങനെ വന്നാൽ കേരളത്തിൽ ഒരിക്കലും തൂക്കുമന്ത്രിസഭ വരൂല, UDF ഈസി ആയിട്ട് കയറും. അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഈ വട്ടിയൂർക്കാവ് മണ്ഡലത്തെക്കുറിച്ചും BJPക്ക് പ്രതീക്ഷയില്ല. അവിടെ ശ്രീലേഖ 3-ാം സ്ഥാനത്ത് പോകും എന്ന് ഏതാണ്ട് അവർ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. അത് അവരുടെ കയ്യിലിരിപ്പുണ്ട് കുറച്ച് കാര്യം. അല്ലാതെ തന്നെ അവിടെ മുരളീധരനും അതുപോലെ അവിടുത്തെ മുൻ മേയർ പ്രശാന്തും മത്സരിക്കുന്ന ഘട്ടത്തിൽ ഇവർക്ക് അവിടെ വലിയൊരു പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നിയമമാണ് അവരുടെ ക്ലാസ് 1 എന്ന് പറയുന്ന ആദ്യത്തെ സീറ്റ്. കഴക്കൂട്ടം. നിയമത്തും അത്ര എളുപ്പത്തിലല്ല കാര്യങ്ങൾ. ശക്തമായ ത്രികോണ മത്സരമാണ് എന്നാണ് ഏതാണ്ട് എല്ലാ പോളുകളും കാണിക്കുന്നത്. ഒരു സാധ്യത വേണമെങ്കിൽ, നേരിയ സാധ്യത ഉണ്ട് എന്നൊരു വാദം അവിടെ BJPക്കുണ്ട്. 2ാം സീറ്റ് കഴക്കൂട്ടമാണ്. അവിടെയും ഇത് തന്നെയാണ് സ്ഥിതി. അവിടെ കടകംപള്ളി സുരേന്ദ്രനെതിരായി ശക്തമായ വികാരമുണ്ടെങ്കിൽ
BJP അത് ഉപയോഗിക്കാം. പക്ഷെ BJP കേരളത്തിൽ ശബരിമല കൊള്ളയുടെ വിഷയം ഉന്നയിച്ചിട്ട് തന്നെയില്ല തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ പിന്നെ ഇതിനെ കടകംപള്ളി സുരേന്ദ്രനെതിരെ എങ്ങനെ പറയാൻ പറ്റും? അതും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും BJPക്ക് ഈ പറയുന്ന ചാണക്യ പറയുന്ന 20% വോട്ടോ 11 സീറ്റോ ഒരു കാലത്തും ഈ തെരഞ്ഞെടുപ്പിൽ ഒരു രീതിയിൽ ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടില്ല എന്ന് മാത്രമല്ല 0 മുതൽ 3 വരെ അല്ലെങ്കിൽ 1 മുതൽ 3 വരെ എന്നൊക്കെ പറയുന്ന കണക്കുകൾക്ക് എവിടെയെങ്കിലും ചിലപ്പോൾ ശരിയാവാം. കാരണം ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ക്ലോസ് കോണ്ടസ്റ്റ് നടക്കുന്ന സ്ഥലങ്ങളിൽ ചെറിയ വോട്ടിന് പോലും ഒരു സ്ഥാനാർത്ഥി ജയിച്ചു പോരാം. പല മണ്ഡലങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. പാറ്റിങ്ങൽ പോലൊരു മണ്ഡലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും വളരെ കുറഞ്ഞ വോട്ടിനാണ് അടൂർ പ്രകാശ് അവിടെ നിന്ന് ജയിക്കുന്നത്. അത് ലക്കുണ്ട് അതിനകത്ത്. കാരണം ഇത്രയും 7 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടുകളെല്ലാം കൂടി ചേർത്ത് വരുമ്പോൾ അവസാനം ഒരു ഭൂരിപക്ഷം നേരിയ ഭൂരിപക്ഷം കിട്ടുന്നുവെങ്കിൽ അത് അൺപ്രഡിക്റ്റബിളുമാണ്. അങ്ങനെ ഒരു സാധ്യത കഴക്കൂട്ടത്തുണ്ടാവാം, അല്ലെങ്കിൽ നേമത്തുണ്ടാവാം എന്നതൊഴിച്ചാൽ ടുഡേസ് ചാണക്യയുടെ പ്രവചനം വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്.